ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ വിങ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പൊട്ടാറ്റോ കറിയാണ്, അതും ചിക്കൻ കറി രുചിയിൽ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ പൊട്ടാറ്റോ കറിയുടെ മെയിൻ ആളായ പൊട്ടാറ്റോ തൊലി കളഞ്ഞ് അല്പം വലിപ്പത്തിൽ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം. നമ്മളിവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളാക്കിയ പൊട്ടാറ്റോ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും വെള്ളവും ചേർക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടി ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ അരച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ടി ഒരു 2 സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. കൂട്ടത്തിൽ ഒരു പച്ചമുളക് കൂടെ ചെറുതായി അരിഞ്ഞെടുക്കാം. പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത പൊട്ടാറ്റോ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഏകദേശം ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവോള ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായി വഴഞ്ഞ് വന്നതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇത് നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. ഉള്ളി ഏകദേശം ഒരു ബ്രൗൺ കളർ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാല, കായപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് അതേ അളവിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പൊട്ടാറ്റോയിൽ നമ്മൾ ഉപ്പ് ആദ്യമേ ചേർത്ത് കൊടുത്തത് കൊണ്ട് ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇത് 2-3 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഗ്രേവി വേണ്ടാത്തവർക്ക് വെള്ളം നന്നായി വറ്റിച്ചെടുക്കാം കേട്ടോ. അവസാനമായി മല്ലിയില കൂടി ചേർത്താൽ നമ്മുടെ അടിപൊളി പൊട്ടാറ്റോ കറി ഇവിടെ റെഡി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.